നമസ്കാരം. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സഹോദരൻ പി കെ ബുജൈറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇടപെടില്ലെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം. സഹോദരന് വേണ്ടി താനോ കുടുംബമോ ഇടപെടില്ല. തന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന ആളാണ് സഹോദരനെന്നും ഫിറോസ് പറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിനും മയക്കുമരുന്ന് കൈവശം വെച്ചതിനുമാണ് ബുജൈറിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിൽ പി കെ ഫിറോസിനെതിരെ വ്യാപകമായി രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് നിലപാട് വ്യക്തമാക്കിയത്. സ്ഥാനം രാജിവെച്ച് പി കെ ഫിറോസ് മാതൃകയാകുമോ എന്ന് ബിനീഷ് കോടിയേരി ചോദിച്ചതിന് പിന്നാലെയാണ് ഫിറോസ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. ബുജൈറിന്റെ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്കെതിരെ ആരോപണങ്ങൾ വ്യാപകമായി ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരൻ ഒരു വ്യക്തിയാണ്, ഞാൻ വേറൊരു വ്യക്തി. അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പും ഇല്ലെന്ന് മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളാണ്. ബുജൈറിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ അത് ബോധ്യമാകുമെന്നും പി കെ ഫിറോസ് മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും എൻ്റെ രാഷ്ട്രീയവും വേറെയാണ്. കുടുംബമാകുമ്പോൾ അങ്ങനെയൊക്കെ ആകാമല്ലോ. തെറ്റ് ചെയ്താൽ സഹോദരനായാലും ശിക്ഷിക്കപ്പെടണം. അനിയൻ ചെയ്ത കുറ്റത്തിന് തന്നെ ക്രൂശിക്കുകയാണെന്നും ഫിറോസ് വ്യക്തമാക്കി. ലഹരി മരുന്ന് ഇടപാട് അന്വേഷിക്കാനെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലാണ് ഇന്നലെ ബുജൈർ അറസ്റ്റിലായത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ലഹരി ഇടപാട് നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ചൂലാംവയൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ബുജൈർ പോലീസിനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ CPO ശ്രീജിത്തിന് പരിക്കേറ്റു. ബുജൈറിന്റെ വാഹന ദേഹപരിശോധനയിൽ ലഹരി ഒന്നും തന്നെ കണ്ടെത്താനായില്ല. എന്നാൽ ലഹരി മരുന്ന് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ പോലീസ് കണ്ടെത്തി. ലഹരി പരിശോധനയ്ക്കിടെ കഴിഞ്ഞ ദിവസം കുന്നമംഗലം പോലീസ് റിയാസ് എന്നയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ റിയാസിന്റെ ഫോണിലെ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ബുജൈറിനെ പിടികൂടിയത്. പോലീസിനെ ആക്രമിച്ചതിനുള്ള കുറ്റങ്ങളാണ് നിലവിൽ ബുജൈറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ബുജൈർ അറസ്റ്റിലായതിന് പിന്നാലെ സഹോദരൻ പി കെ ഫിറോസ് യൂത്ത് ലീഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കുമോ എന്ന് ബിനീഷ് കോടിയേരി ചോദിച്ചിരുന്നു. പി കെ ഫിറോസും സഹോദരനും തമ്മിലുള്ള സാധ്യമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം നടത്തണം. പി കെ ബുജൈറിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. മുൻപ് പല കേസുകളിലും പി കെ ഫിറോസും യൂത്ത് ലീഗും എടുത്ത നിലപാടും ഇവിടെയും ആവർത്തിക്കുമോ എന്നും ധാർമ്മികത തന്നെയാണ് ഇവിടെയും ചർച്ചയാവുന്നതെന്നും ബിനീഷ് കോടിയേരി പറഞ്ഞിരുന്നു. അതേസമയം വിഷയത്തിൽ രൂക്ഷ വിമർശനമായിരുന്നു KT ജലീൽ നടത്തിയത്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ: ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി സഹോദരൻ, പണം നേടാൻ മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നവന്റെ സ്വന്തം സഹോദരൻ കത്വ ഉന്നാവോ ഫണ്ട് മുക്കി മണിമാളിക പണിതില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വയനാട്ടിലെ ദുരിതബാധിതർക്ക് പിരിച്ച പണത്തിൽ നിന്ന് 10 മടങ്ങ് വിലയ്ക്ക് ഭൂമി വാങ്ങി കമ്മീഷൻ അടിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. യൂത്ത് ലീഗ് നേതാവ് പിന്നിൽ കൂടി അപമാനിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്. പേര് KT അദീബ്. ഐസ്ക്രീം പാർലർ കേസിൽ പണവും MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവി സഹോദര ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത് കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കി വിധി പറഞ്ഞ പണവും പദവിയും കിട്ടിയാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ലോകായുക്ത സിറിയക് ജോസഫിനെ ഉപയോഗിച്ച് നടത്തിയ കള്ളക്കളിക്ക് കാലം നൽകുന്ന ശിക്ഷയാണിതൊക്കെ. KT അദീബ് ഇപ്പോൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബാങ്ക് ഓഫ് ബറോഡയുടെ സംസ്ഥാനത്തെ കോർപ്പറേറ്റ് വിഭാഗത്തിന്റെ ചീഫ് മാനേജറാണ്. അദീബ് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ധനകാര്യ സ്ഥാപനത്തിന്റെ കൊച്ചിയിലെ ചീഫ് മാനേജറായപ്പോൾ അദീബിനെ അപമാനിച്ചവന്റെ സഹോദരൻ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കിടെ പോലീസിനെ അടിച്ചോടിക്കാൻ ശ്രമിച്ച കേസിൽ അഴികൊള്ളിലാണ്. പച്ചക്കൊടി പിടിക്കുന്നത് കൊണ്ട് ഇവർക്കൊക്കെ അറസ്റ്റിന്റെ തണൽ ഉറപ്പാണെന്ന് സമാധാനിക്കാം. കുന്നമംഗലം മേഖലയിൽ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ സഹോദരനാണെന്നാണ് നാട്ടിലെ സംസാരം. ലഹരിക്കെതിരെ ഇനി മേലിൽ യൂത്ത് ലീഗ് ക്യാമ്പയിൻ നടത്തുകയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കാൻ യൂത്ത് ലീഗ് നേതൃത്വങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നാകും. വീട്ടുകാരെ നന്നാക്കിയിട്ട് നാട്ടുകാരെ നന്നാക്കലല്ലേ ബുദ്ധി. സ്വന്തം സഹോദരനെ മയക്കുമരുന്ന് വിതരണത്തിൽ നിന്നും ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയാത്ത യൂത്ത് ലീഗ് നേതാവിന് നാട്ടുകാരെ നന്നാക്കാൻ എന്തർഹത? കൊടുത്താലും കൊല്ലത്തും കിട്ടും മോനെ. യൂത്ത് ലീഗ് നേതാവിൻ്റെ ഒരു പ്രസ് മീറ്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ലീഗ് സൈബർ ഗ്രൂപ്പുകൾ ജാഗരൂകരായിരിക്കാം. യൂത്ത് ലീഗ് നേതാവിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞാൽ വൈകാതെ എൻ്റെ പത്രസമ്മേളനവും ഉണ്ടാകും. അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകാവൂ എന്നാണ് KT ജലീലിൻ്റെ കുറിപ്പ്.